ഹായ് 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 ദേ നമ്മുടെ ക്രിസ്മസ് എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണല്ലേ. നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ് മാഷ് ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. അതായത് എക്സാമിന് ഈ ചോദ്യം ഇതേ രൂപത്തിലുള്ള ചോദ്യം ഉറപ്പായിട്ടും ചോദിക്കും. അത്രയും പ്രധാനപ്പെട്ട ചോദ്യം. നമ്മൾ പുതുതായിട്ട് പഠിച്ചതാണല്ലേ മൾട്ടിപ്ലിക്കേഷൻ, ഗുണനമൊക്കെ. ഗുണനം ഉൾപ്പെട്ടുകൊണ്ടുള്ള ആക്ടിവിറ്റി ഉറപ്പായിട്ടും എക്സാമിന് വരും. അതും ഒന്നും അതിലധികം ആക്ടിവിറ്റീസ് ഒക്കെ വരും. അപ്പോൾ നിങ്ങൾക്ക് കുറേ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ആക്ടിവിറ്റിയാണിത്. ഇനി അറിഞ്ഞിട്ടില്ലെങ്കിലോ കുറേ മാർക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. നമുക്ക് എ ഗ്രേഡ് കിട്ടത്തുമില്ല അല്ലേ. LSSനൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടാണ് നമ്മൾ ക്രിസ്മസ് എക്സാം. എന്തായാലും നമുക്ക് ഇതിന് ഉത്തരം ചെയ്ത് നോക്കാം. മാഷ് ഒരു ചോദ്യം ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇതിന് ഉത്തരം നിങ്ങൾ സ്വന്തമായിട്ട് ചോദ്യം വായിച്ചിട്ട് കണ്ടെത്താൻ വേണ്ടി കഴിയുന്നുണ്ടോ എന്ന് നോക്കി നോക്കിയേ. എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം കേട്ടോ. പലർക്കുള്ള പ്രശ്നം എന്താ അറിയോ, ചോദ്യം വായിക്കുമ്പോൾ ഇപ്പോൾ മലയാളം മീഡിയക്കാരാണെങ്കിൽ ഹരിത പെരുമാറ്റ ചട്ടം പാലിക്കുന്നതിനായി എന്നൊക്കെ വായിക്കുമ്പോൾ അയ്യോ ഇത് എനിക്ക് അറിയില്ല എന്ന് വിചാരിച്ചിട്ട് ചോദ്യം മുഴുവൻ വായിക്കില്ല. ഇംഗ്ലീഷിലാണെങ്കിലും ചോദ്യം വായിക്കുമ്പോൾ പകുതി ആകുമ്പോഴത്തേന് അയ്യോ ഇതെനിക്ക് അറിയില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ചോദ്യം ഒഴിവാക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് പോവും അല്ലേ. പക്ഷേ ചോദ്യം മുഴുവൻ വായിക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഇത് സിമ്പിൾ ആണെന്നുള്ള തോന്നൽ വരിക. ഇത് മുഴുവൻ വായിച്ചു നോക്കിയേ. ഹരിത പെരുമാറ്റ ചട്ടം പാലിക്കുന്നതിനായി ഭക്ഷണപുരയിലേക്ക് 2250 ഗ്ലാസുകൾ കൊണ്ടുവന്നു. അപ്പൊ നിങ്ങള് ബാക്കിയുള്ളൊന്നും നോക്കണ്ട. ഏതോ ഒരു ഭക്ഷണപുരയിലോട്ട് ഏതോ ക്യാൻറ്റീനിലോട്ട് 2250 ഗ്ലാസുകൾ കൊണ്ടുവന്നു. അത് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇനി ബാക്കി എന്താ ഉള്ളത്? ഒരു ഗ്ലാസ്സിന് 3 രൂപയാണ് വാടക. എവിടുന്നോ ഗ്ലാസ് കൊണ്ടുവന്നതാണല്ലേ. ഒരു ഗ്ലാസ് കൊണ്ടുവന്നതിന് ഒരു ഗ്ലാസ്സിന് 3 രൂപ വാടക കൊടുക്കണം. ഒരു ഗ്ലാസ്സിന് 3 രൂപ വാടക കൊടുക്കണം എന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെ 2250 ഗ്ലാസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ഗ്ലാസ്സിന് എത്ര? 3 രൂപ വാടക. അങ്ങനെ 2250 ഗ്ലാസുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ബാക്കി എന്താണ്? ഒരു ഗ്ലാസ്സിന് 3 രൂപയാണ് വാടകയെങ്കിൽ ആകെ എത്ര വാടക നൽകേണ്ടി വരും നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സിമ്പിളാണ് ചോദ്യം. 2250 ഗ്ലാസുകൾ ക്യാൻറ്റീനിലോട്ട് കൊണ്ടുവന്നു, ഭക്ഷണപുരയിലോട്ട് കൊണ്ടുവന്നു. അതിൽ ഒരു ഗ്ലാസ്സിന് 3 രൂപ കൊടുക്കണം. അങ്ങനെയെങ്കിൽ 2250 ഗ്ലാസ്സിന് എത്ര രൂപ കൊടുക്കണം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. ഒരു ഗ്ലാസ്സിന് 3 രൂപയാണെങ്കിൽ 2 ഗ്ലാസ്സിന് എത്രയായിരിക്കും? 3 കൂട്ടണം 3 6 ആയിരിക്കും അല്ലേ. അപ്പൊ 3 ഗ്ലാസ്സിന് എത്രയായിരിക്കും? 3 കൂട്ടണം 3 കൂട്ടി 6, അതിലോട്ടൊരു 3 കൂടി കൂട്ടിയാൽ 9. 3 ഗ്ലാസ്സിന് 3 പ്രാവശ്യം 3 കൂട്ടിയത് 9 രൂപ കൊടുക്കേണ്ടി വരും. ഈ 4 ഗ്ലാസ്സിനാണെങ്കിൽ 4 പ്രാവശ്യം 3 കൂട്ടിയത് 9 3 കൂടെ കൂട്ടിയാൽ 12 രൂപ കൊടുക്കണം. ഇങ്ങനെ 2250 ഗ്ലാസുകളുണ്ട്. 2250 പ്രാവശ്യം 3 കൂട്ടാൻ വേണ്ടി നമുക്ക് കഴിയോ? ഇല്ല അല്ലേ. എക്സാം കഴിഞ്ഞു പോകും അത് ചെയ്യുമ്പോഴത്തിന് അല്ലേ. അപ്പോൾ ഇത് കാണാനുള്ള എളുപ്പമാർഗം എന്താ? ഇതിന് നമുക്ക് വേറെ ഏത് രൂപത്തിൽ എഴുതാൻ വേണ്ടി കഴിയും? 4 പ്രാവശ്യം 3 കൂട്ടിയത് അതിന് നമുക്ക് വേറെ ഏത് രൂപത്തിൽ എഴുതാൻ വേണ്ടി കഴിയും? 4 × 3 എന്ന് എഴുതിക്കൂടെ? ഇനി 5 പ്രാവശ്യം 3 കൂട്ടിയത് നമ്മളെങ്ങനെ മൾട്ടിപ്ലിക്കേഷനിൽ പറയാ? 5 പ്രാവശ്യം 3 കൂട്ടിയതാണെങ്കിൽ നമ്മൾ 5 × 3 എന്ന് പറയും. 5 × 3ന്റെ അർത്ഥം എന്താ? 5 പ്രാവശ്യം 3 കൂട്ടിയെന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ 2250 പ്രാവശ്യം 3 കൂട്ടിയത് എത്രയെന്ന് കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 2250 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ അല്ലേ. 2250 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ കൂട്ടുന്നതിന് ആവർത്തിച്ച് കൂട്ടുന്നതാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷനിൽ എഴുതുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ 2250 പ്രാവശ്യം 3 കൂട്ടിയത് കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 2250 ഗുണിക്കണം 3 ചെയ്താൽ മതി. എന്താണ്? 2250 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഒരു ഗ്ലാസ്സിന് 3 രൂപയാണെങ്കിൽ 2250 ഗ്ലാസ്സിന് എത്രയെന്ന് കാണാൻ വേണ്ടിയിട്ട് 2250 3 തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതിൻ്റെ ഉത്തരമാണ് നമുക്ക് ആകെയുള്ള ചെലവ്. ആകെ എല്ലാ ക്ലാസ്സിനും കൂടി 2250 ക്ലാസ്സിനും കൂടെ എത്രയാവും എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉത്തരം കണ്ടെത്തിയാൽ മതി. സിമ്പിൾ ആണല്ലേ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നമ്മൾ എങ്ങനെ കാണുക? നമ്മളിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കും അല്ലേ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ താഴെ എഴുതണം. ഇതിൻ്റെ ഏറ്റവും പിറകെയുള്ള നമ്പർ താഴെ അടുത്ത നമ്പറിൻ്റെ ഏറ്റവും പിറകെയുള്ളത് ഇങ്ങനെ താഴെ വരുന്ന രൂപത്തിൽ എഴുതണം നമ്മൾ. എന്നിട്ടിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ. 3 ഗുണിക്കണം 0 0, 3 ഗുണിക്കണം 5 15, 15ൻ്റെ അവിടെ ഇട്ടിട്ട് ഒന്ന് എന്ത് ചെയ്യും? നമ്മൾ അടുത്ത പ്ലേസ് മുകളിൽ എഴുതും. അടുത്തെന്താ? 3 × 2 ആണ്. 3 × 2 6. അതിലോട്ട് ഒന്നും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 7, വീണ്ടും 3 × 2 6. അപ്പോൾ 2250 3 മൾട്ടിപ്ലൈ ചെയ്താൽ 6750 നമുക്ക് കിട്ടും. മൾട്ടിപ്ലൈ ചെയ്യാൻ എല്ലാവർക്കും അറിയുന്നതാണ്. ഇനി മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മാഷ് ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഒരു വീഡിയോ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. ആ ലൈവിൽ മാഷ് മൾട്ടിപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എനിക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഇനി മൾട്ടിപ്ലിക്കേഷൻ അറിയാത്ത ആരും വിഷമിക്കേണ്ട. നിങ്ങൾക്ക് ആ മാർക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ലൈവ് കണ്ടു വെക്കാം. നിങ്ങൾക്ക് വേണ്ട എല്ലാ പാഠത്തിൻ്റെയും ലൈവുകൾ നമ്മുടെ ഈ ചാനലിലുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ മാഷ് ഒരു ചോദ്യം നിങ്ങൾക്ക് തരാം. അതിൻ്റെ ഉത്തരം നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടെത്തിയിട്ട് അതിൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം സ്വന്തമായിട്ട് കണ്ടെത്തുക. അതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.
നമുക്ക് എന്തായാലും ഇനി അടുത്ത പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് വീണ്ടും കാണാം. എല്ലാ വീഡിയോസും നിങ്ങൾ കൃത്യമായിട്ട് കാണുക. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ ബൈ.